ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പോളറൈസേഷൻ്റെ മാലസ് ലോ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് സെക്ഷനും കൂടി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, അതായത് പോളറൈസേഷനിൽ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡിഫ്രാക്ഷൻ്റെയും പോളറൈസേഷൻ്റെയും പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് സൂപ്പർപൊസിഷൻ ഓഫ് ടു ഡിസ്റ്റർബൻസസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പോളറൈസ്ഡ് വേവ് ആണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി പോളറൈസ്ഡ് വേവ് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ട് ഡിസ്റ്റർബൻസ് തമ്മിൽ സൂപ്പർപോസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളറൈസ്ഡ് വേവിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് സൂപ്പർപൊസിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത് സൂപ്പർപൊസിഷൻ ഓഫ് ടു വേവ്സ് വിത്ത് പാരലൽ ഇലക്ട്രിക് ഫീൽഡാണ്. പാരലലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സൂപ്പർപൊസിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കൺസിഡർ ചെയ്യുന്നു. അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെഡ് ആക്സിസിലാണ്. ഇത് പാരലലാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരേ ആക്സിസിൽ വേണമല്ലോ മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടും സെഡ് ആക്സിസിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഇലക്ട്രിക് വെക്റ്റേഴ്സ് ഓസലേറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെയാണ്. അപ്പോൾ പ്രൊപ്പഗേഷൻ സെഡ് ആക്സിസിലൂടെയും ഇലക്ട്രിക് വെക്റ്റേഴ്സ് ഓസലേറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെയാണ്. ഇവരെ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്താ പറയുക, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിൽ പഠിക്കും കേട്ടോ. ജനറൽ ഫോംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സും കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കും കേട്ടോ. അപ്പോൾ E1 is equal to x cap A1 cos kz minus omega t plus theta 1. E2 is equal to x cap A2 cos kz minus omega t plus theta 2. നമ്മൾ ആ ഡയറക്ഷൻ കാണിക്കാനായിട്ട് എക്സ് ക്യാപ്പ് ഉപയോഗിച്ചു. അതിൻ്റെ വേവ് വെക്ടർ വരുന്നത് പ്രൊപ്പഗേഷൻ ഡയറക്ഷനായ സെഡിലാണ്, അതുകൊണ്ട് കെ സെഡ് എന്ന് എടുത്തു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ A1 A2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. എക്സ് ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലൂടെയുള്ള യൂണിറ്റ് വെക്ടറാണ് വിച്ച് ഷോസ് ദ ഡിറക്ഷൻ. തീറ്റ 1 ആൻഡ് തീറ്റ 2 എന്ന് പറയുന്നത് ഫേസ് കോൺസ്റ്റൻസ് ആണ്. ഇതിൻ്റെ റിസൾട്ടൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇത്രയും കാലം നമ്മൾ വേവ്സിൻ്റെ സൂപ്പർ പൊസിഷൻ ചെയ്യാനായിട്ട് രണ്ട് ഡിസ്റ്റർബൻസിനെ പരസ്പരം ആഡ് ചെയ്യുന്നത് പോലെ ഇവിടെയും സൂപ്പർ പൊസിഷൻ കിട്ടാനായിട്ട് E is equal to E1 plus E2 തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ് കേട്ടോ. E1നെയും E2നെയും ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന സിംപ്ലിഫൈഡ് ഫോമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. E is equal to x cap A cos k z minus omega t plus theta. ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് അഥവാ സൂപ്പർപോസ്ഡ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എയുടെ വാല്യൂ എങ്ങനെ വരും? എയുടെ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് പാരലലോഗ്രാം തിയറം ഉപയോഗിക്കാം. R is equal to A1 square plus A2 square plus 2A1 A2 cos theta എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ. അതുപയോഗിച്ച് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് വരുന്നത് A1 square plus A2 square plus 2A1 A2 cos, ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് θ 1 മൈനസ് θ 2 എന്നാണ് വരിക. സോ cos θ 1 മൈനസ് θ 2 അണ്ടർ സ്ക്വയർ റൂട്ട്. അതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് സൂപ്പർപോസ്ഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോർത്ത് ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻറ്റും എങ്ങനെയാണ്? ലീനിയർലി പോളറൈസ്ഡ് ആണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എക്സ് ആക്സിസിൽ തന്നെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പാരലൽ ഇലക്ട്രിക് ഫീൽഡ്സിനെ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്സിനെ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ടൻറ്റ് വേവ് വിൽ ഓൾസോ ബി ഓസിലേറ്റിംഗ് ഇൻ ദ സെയിം ആക്സിസ് വിത്ത് ദ സെയിം വേവ് വെക്ടർ ആൻഡ് ദ സെയിം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിലും കാര്യങ്ങളിലുമാണ് ഡിഫറൻസ് വരാം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ടൈപ്പ് നോക്കുകയാണ് നമ്മൾ. ഇപ്പോൾ പാരലലാണ് നോക്കിയത്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ. സൂപ്പർപൊസിഷൻ ഓഫ് ടു വേവ്സ് വിത്ത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കൺസിഡർ ചെയ്യണു. അത് രണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെഡ് ആക്സിസിലൂടെയാണ്. പക്ഷേ അതിൻ്റെ ഒന്നിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എക്സിലാണെങ്കിൽ മറ്റതിൻ്റെ വൈയിലാണ്. അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻസിലാണ് ഇവ രണ്ടിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ്സ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സൂപ്പർ പൊസിഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് E1 എടുക്കുമ്പോൾ E1 is equal to x cap A1 cos kz minus omega t. E2 is equal to ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ y ക്യാപ്പ് എടുക്കാം നമുക്ക്. സോ y ക്യാപ്പ് A2 cos kz minus omega t plus T2. എക്സ് ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് y ക്യാപ്പ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇത് ലീനിയർലി പോളറൈസ്ഡ് ആണ്. ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് എലോങ് ഒരു ഓസിലേഷൻസും ഉണ്ടാവില്ല. സോ നമുക്ക് സെഡ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ തീറ്റ എന്ന് പറയുന്ന വാല്യൂ n π വരുന്ന സമയത്ത് ഇത് റിസൾട്ടൻറ്റും എന്തായിരിക്കും? അത് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, സൂപ്പർപോസ്ഡ് വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ തീറ്റ ഈക്വൽ ടു n π ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്നതും എന്തായിട്ട് മാറും? ലീനിയർലി പോളറൈസ്ഡ്
വേവായിട്ട് മാറും. പക്ഷെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? എക്സ് ആക്സിസുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡയറക്ഷനിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ആംഗിൾ A1-ൻ്റെയും A2-ൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് നമ്മളൊന്നുമില്ല, KZ-ω t പ്ലസ് nπ എന്നിട്ട് കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? cos KZ-ω t എന്നായിട്ട് മാറും. അതിൽ A1-ൻ്റെയും A2-ൻ്റെയും വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ വ്യത്യാസം വരും. ഓക്കെ, ഇനി നമുക്ക് ഈ റിസൾട്ടൻറ്റ് ഫീൽഡിൻ്റെ പോളറൈസേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആർബിട്രറി പ്ലെയിനിൽ നമ്മുടെ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടൈം വേരിയേഷൻ നോക്കാൻ പോവുകയാണ്. അതായത് സെഡിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല, ആ ഒരു ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയി വെച്ചുകൊണ്ട് ഈ ഒരു റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടൈം വേരിയേഷൻ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് EXും EYയും ആണ് നമ്മുടെ റിസൾട്ടൻറ്റ് ഫീൽഡിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും എന്നുണ്ടെങ്കിൽ EXൻ്റെ വാല്യൂ നമുക്ക് A1 cos ω t എന്ന് എടുക്കാം. തീറ്റ ഡിഫറൻസുള്ള കാരണം EYയുടെ വാല്യൂ A2 cos ω t മൈനസ് തീറ്റ എന്ന് ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ എങ്ങനെ ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6th ഇക്വേഷൻ 7th ഇക്വേഷനും ഇല്ലേ, അതിൽ സെഡിൻ്റെ വാല്യൂ എന്തിട്ട് കൊടുത്തു? 0 ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ തീറ്റ nπ ആവുന്ന കണ്ടീഷനിൽ ഈ ഇക്വേഷൻസ് എന്തായിട്ട് മാറും? EX is equal to A1 cos ω t ആൻഡ് EY is equal to -1 whole raised to n A2 cos ω t. cos ω t മൈനസ് nπ എന്നാണല്ലോ, അപ്പോൾ അതൊരു നെഗറ്റീവ് സൈൻ ഇപ്പുറത്തോട്ട് വരും, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ EY/EX ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ± A2/A1 എന്ന് കിട്ടും. അതായത് ടൈം ഡിപ്പെൻഡൻസ് ഇല്ലാത്തൊരു വേരിയേഷനാണ് ഇലക്ട്രിക് ഫീൽഡിന് വരുന്നത്. അതിൽ അപ്പർ ആൻഡ് ലോവർ സൈൻസ് എന്ന് പറയുന്നത് n ഈവൺ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ വരും, n ഓഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ EX/EY പ്ലെയിനിൽ EY/EX is equal to ± A2/A1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേസിക്കലി അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. Y is equal to mx, EY is equal to A2/A1 into EX, ആ ഒരു രീതിയിലല്ലേ അത് കിടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് കിടക്കുന്നത്. ആൻഡ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത്, ഈ ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ എന്ന് പറയുന്നത് A2/A1 എന്ന് പറയുന്ന റേഷ്യോനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്ലോപ്പിനെയാണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്ലോപ്പ് കൂടുന്തോറും ആംഗിൾ കൂടും, സ്ലോപ്പ് കുറയും തോറും ആംഗിൾ കുറയും, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതിൽ ഫൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ± A2/A1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തീറ്റ ഈക്വൽ ടു nπ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ പറയുന്നത് n is equal to 0 to 4 എന്ന് പറയുന്നത് കുറച്ച് വൈബ്രേഷൻസ് ഇൻ ഫേസിലും 1 3 5 എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ഫേസിലും വരുന്ന കുറച്ച് രണ്ട് കണ്ടീഷൻസാണ് ഇവിടെ മെയിനായിട്ടും, രണ്ട് വൈബ്രേഷൻ ടൈപ്സാണ് മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അതിൻ്റെ ഇലക്ട്രിസിറ്റി ഫീൽഡുകൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഓസിലേറ്റ് ചെയ്യുന്നതുമാണെന്നുണ്ടെങ്കിൽ അവരെ പരസ്പരം നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫേസിൽ ഓസിലേറ്റ് ചെയ്യുന്ന രണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇത് ഇലക്ട്രിക് ഫീൽഡ് ലീനിയർലി പോളറൈസ്ഡ് ഇലക്ട്രിക് വെക്ടർ ആണ് നമ്മൾക്ക് മനസ്സിലായത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കണ്ടീഷൻ തന്നെ നോക്കുക. EXും EYയും എങ്ങനെയാണ്? എക്സിനും വൈയിലുമാണ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇൻ ഫേസിലുള്ള രണ്ട് വേവ്സ് ആണ്. അവരെ പരസ്പരം നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്തു. ഇവർ രണ്ടുപേരും ലീനിയർലി പോളറൈസ്ഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതും ഒരു ലീനിയർലി പോളറൈസ്ഡ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേഷൻ EXലും ആയിരിക്കില്ല, വൈയിലും ആയിരിക്കില്ല, മറിച്ച് അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ഡിഫറെൻറ്റ് ആക്സസിലായിരിക്കും ഇത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി താഴെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫിഗേഴ്സിനെ കുറിച്ചിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ റിസൾട്ടൻറ്റ് ഫീൽഡിൻ്റെ വിത്ത് റെസ്പെക്ട് ടു A2/A1 ആയിട്ട്, അതായത് A2/A1 എന്ന് പറയുന്ന റേഷ്യോ ഇല്ലേ, I2/A1 എന്ന് പറയുന്ന റേഷ്യോയും റിസൾട്ടൻറ്റ് ഫീൽഡും തമ്മിലുള്ള ഒരു പ്ലോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു തിക്ക് ലൈനില്ലേ, അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈനാണ്. ആ ടിപ്പ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഓരോ സമയത്തും എവിടെയായിരിക്കും എന്നുള്ള ഫിഗേഴ്സാണ് അവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ nπ ആവാത്ത കണ്ടീഷനിൽ തീറ്റ nπ ആവാത്ത കണ്ടീഷനിൽ റിസൾട്ടൻറ്റ് വെക്റ്റർ
ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. കാരണം നമ്മൾ തീറ്റ ഈക്വൽ ടു എൻ പൈ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇവിടെ തീറ്റ ഈക്വൽ ടു എൻ പൈ വന്നില്ല എന്നുണ്ടെങ്കിൽ വി വിൽ നോട്ട് ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ തീറ്റ പൈ ബൈ 2യും A1 = A2 എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാൻ പോവാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് EXൻ്റെ വാല്യൂ A1 cos ωt യും E1ൻ്റെ വാല്യൂ A1 cos ωt എന്നും എടുക്കാം. ഇനി നമുക്ക് ഈ എക്സിൻ്റെയും വൈൻ്റെയും കമ്പോണൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാണ്? വീണ്ടും റിസൾട്ടൻ്റ് ഇലക്ട്രിക് വെക്ടേഴ്സും A2/A1 എന്ന് പറയുന്ന റേഷ്യോയും വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കാൻ പോവാണ്. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്ത് അത് കവർ ചെയ്ത് വരുന്ന സർക്കംഫറൻസ് എന്ന് പറയുന്നത് A1 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. അത് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് ഇതുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ ഓരോ വാല്യൂസിൻ്റെയും തീറ്റ π/2 വരുന്നതിന്, തീറ്റ 3π/2 വരുന്നതിന് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീറ്റ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്? സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്, ലീനിയർലി പോളറൈസ്ഡ് ആണ് വരുന്നത്. π/3 വരുമ്പോൾ റൈറ്റ് എലിപ്റ്റിക്കൽ പോളറൈസ്ഡ്, π/2 വരുമ്പോൾ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ്, 2π/3 വരുമ്പോൾ റൈറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. അതുപോലെ പൈ വരുന്ന സമയത്ത് ലീനിയർലി പോളറൈസ്ഡ് ആണ്. തീറ്റ 4π/3 വരുമ്പോൾ ലെഫ്റ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്, 3π/2 വരുമ്പോൾ ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ്, 5π/3 വരുമ്പോൾ ലെഫ്റ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്, 2π വരുന്ന സമയത്ത് ലീനിയർലി പോളറൈസ്ഡ്. ഈ കണ്ടീഷൻസ് ആണ് നിങ്ങൾ മെയിനായിട്ടും പഠിച്ചു വെക്കേണ്ടത്. അതിൽ ആ ഒരു വലിയ ഹ്യൂജായിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്ത് ഡെറിവേഷൻസ് കാര്യങ്ങളല്ല പഠിക്കേണ്ടത്. നമ്മൾ സൂപ്പർ പൊസിഷൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് പഠിച്ചില്ലേ, ആ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് പഠിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കറസ്പോണ്ടിങ് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ ഏതാണ്, ഏത് ഷേപ്പിലാണ്, ഏത് ലീനിയർലി ഏത് പോളറൈസേഷനാണ് അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു, സൂപ്പർ പൊസിഷൻ്റെ സെക്ഷൻ കഴിഞ്ഞു. സൂപ്പർ പൊസിഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ബേസിക്കലി അവിടെ നമുക്ക് കൂടുതലും കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് ഫിഗേഴ്സും ആണ് മെയിനായിട്ടും പഠിക്കാനുണ്ടാവുക. ഓക്കെ, നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഡബിൾ റിഫ്രാക്ഷൻ, ദ ഫിനോമിനൻ ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഡബിൾ റിഫ്രാക്ഷൻ്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണ് കാൽസൈറ്റ് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നൊരു മെറ്റീരിയൽ വെച്ച് എങ്ങനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി ഒന്നിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് പുറത്തേക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ബീം ഒരു കാൽസൈറ്റ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ ഇന്നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു, നോർമൽ ഇൻസിഡൻസിൽ വന്ന് വീഴുന്നു. അപ്പോൾ ഇതിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക? അത് രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ബീമായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് അൺഡീവിയേറ്റഡ് ആയിട്ട് പോവും, അതിനെ നമുക്ക് ഓർഡിനറി റേ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓ റേ. അതിനെ എബ്രിവിയേറ്റ് ചെയ്ത് വിളിക്കുന്ന പേരാണ് ഓ റേ. ഇത് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യും. അതായത് sin I/sin R = N2/N1 എന്ന് പറയുന്ന ആ ഒരു സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യും ഈ ഓർഡിനറി റേ. അതേസമയം സെക്കൻഡ് ബീം എന്ന് പറയുന്നത് സ്നെൽസ് ലോ ഒബേ ചെയ്യാത്ത ബീമാണ്. അതിനെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി റേസ് എന്നാണ് വിളിക്കുക. എബ്രിവിയേറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് ഈ റേ എന്നാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ബീംസ് ഫ്രം ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ബീം ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ കാൽസൈറ്റ് ക്രിസ്റ്റൽ ഇസ് ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അഥവാ അപ്പിയറൻസ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാരണമാണ്. അപ്പോൾ മെയിനായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽസ് എന്നാണ്. കാൽസൈറ്റ്, ക്വാർട്സ്, ഇതൊക്കെ ഈ ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാൽസൈറ്റ് ക്രിസ്റ്റലിന് പിന്നിൽ ഒരു കാൽസൈറ്റ് ക്രിസ്റ്റൽ വെച്ചു, അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ എന്ത് വയ്ക്കുകയാണ്? ഒരു PP- എന്ന് പറയുന്ന ഒരു പോളറോയിഡ് കൂടി വെക്കുകയാണ്. അങ്ങനെ പോളറോയിഡ് വെച്ചിട്ട് നമ്മൾ N എന്ന് പറയുന്ന ആ ഒരു ആക്സിസിൽ എന്ത് ചെയ്യാണ്? പോളറോയിഡിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പോളറോയിഡിൻ്റെ രണ്ട് പൊസിഷൻസിൽ നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി റേ വിൽ ബി കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആൻഡ് ഓർഡിനറി റേസ് വിൽ ഓൺലി ബി പാസിങ് ത്രൂ. രണ്ട് പൊസിഷൻസിൽ പോളറോയിഡ് റൊട്ടേറ്റ് ചെയ്ത് ഓരോ പൊസിഷനിലേക്ക് വരുമല്ലോ. അതിനെ റൊട്ടേറ്റ് ചെയ്ത് രണ്ട് പൊസിഷനിൽ എത്തുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി റേ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആവും. ആകെ പുറത്തേക്ക് വരിക ഓർഡിനറി റേസ് മാത്രമാണ്. അപ്പോൾ ഇതിൽ ഫിഗർ A നോക്കുക.
അതിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ബീം കാൽസൈറ്റ് ക്രിസ്റ്റലിൽ വന്ന് എന്ത് ചെയ്തു, നോർമലി ഇൻസിഡൻറ്റ് ചെയ്തു. അത് സ്പ്ലിറ്റപ്പ് ചെയ്ത് 2 ലീനിയർലി പോളറൈസ്ഡ് ബീംസ് ആക്കി മാറി. ഒന്ന് എക്സ്ട്രാ ഓർഡിനറി റേ, ഒന്ന് ഓർഡിനറി റേ. ഈ പോളറോയിഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിസ്റ്റലിനെ നമ്മൾ n ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി റേ എന്ത് ചെയ്യും, അതും n ആ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇനി അതേസമയം ഈ ഒരു പോളറോയിഡ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പോളറോയിഡിൻ്റെ പാസ് ആക്സിസ് നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ പ്ലെയിനിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് p എന്ന് പറയുന്ന അതേ പ്ലെയിനിലാണ് നമ്മൾ പോളറോയിഡ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓർഡിനറി റേ എന്ത് സംഭവിക്കും, കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആവും. ആകെ എക്സ്ട്രാ ഓർഡിനറി റേ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഇനി അതേസമയം നമ്മൾ n ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി റേ എന്ത് സംഭവിക്കും, ആക്സിസിന് എലോങ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി ഓർഡിനറി റേസിൻ്റെയും എക്സ്ട്രാ ഓർഡിനറി റേസിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓർഡിനറി റേസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷൻസിലും സെയിം ആണ്. ഇപ്പോൾ നമ്മുടെ കാൽസൈറ്റ് ക്രിസ്റ്റലിനുള്ളിൽ തന്നെ ഒരുപാട് ഡിറക്ഷൻസ് ഉണ്ട് അല്ലേ. ഈ ഒരു ഡയറക്ഷൻസിൽ എല്ലാത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓർഡിനറി റേയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അതേസമയം എക്സ്ട്രാ ഓർഡിനറി റേ exactly as the name suggests, എക്സ്ട്രാ ഓർഡിനറി റേ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ്, കുറച്ച് ഔട്ട് ഓഫ് ദി ഓർഡിനറി ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. അതായത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലിനുള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്. അപ്പോൾ ഒരു കാൽസൈറ്റ്, ക്വാർട്സ് പോലുള്ള ക്രിസ്റ്റൽസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓരോ ഡയറക്ഷൻ എടുക്കുമ്പോഴും പല പല പ്രോപ്പർട്ടീസാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്തരം ക്രിസ്റ്റൽസിനെ, ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അനൈസോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിനുള്ളിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഡിറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ 2 വെലോസിറ്റീസും ഈക്വലായിട്ട് വരുന്നത് കാണാം. ആ ഡയറക്ഷനെയാണ് നമ്മൾ ക്രിസ്റ്റലിൻ്റെ ഒപ്റ്റിക് ആക്സസ് എന്ന് വിളിക്കുന്നത്. എല്ലാ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനും ഒരു ഒപ്റ്റിക്കൽ ആക്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽസിൻ്റെ ഒപ്റ്റിക്കൽ ആക്സസ് എന്ന് പറയുന്നത് along the direction in which both the velocities of extraordinary rays and ordinary rays are the equal. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഈ കാൽസൈറ്റ് പോലുള്ള ക്രിസ്റ്റൽസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ 2 റേസിനും സെയിം സ്പീഡ് വരുന്ന ഒരൊറ്റ ആക്സസ്, ഒരൊറ്റ ഡയറക്ഷനെ നമ്മുടെ ആ ഒരു ക്രിസ്റ്റലിൽ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരൊറ്റ ഒപ്റ്റിക് ആക്സസ് ഉള്ള ക്രിസ്റ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണി ആക്സിയൽ ക്രിസ്റ്റൽസ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു, ഒപ്റ്റിക് ആക്സസ് എന്താണെന്ന് പഠിച്ചു, എക്സ്ട്രാ ഓർഡിനറി റേ, ഓർഡിനറി റേയുടെ ആ ഒരു ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, അതോടൊപ്പം തന്നെ യൂണി ആക്സിയൽ ക്രിസ്റ്റൽസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമുക്ക് ഈ ഒരു ഓർഡിനറി റേൻ്റെയും എക്സ്ട്രാ ഓർഡിനറി റേയുടെയും വെലോസിറ്റീസ് കൺസിഡർ ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് VRO എന്നെടുക്കാം നമുക്ക് ഓർഡിനറി റേൻ്റെ കാര്യത്തിൽ. അതായത് അതിൻ്റെ വാല്യൂ വരുന്നത് C/NO, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതാണ് നമുക്ക് എന്ത് വരുന്നത്, ഓർഡിനറി റേയുടെ കാര്യത്തിൽ വരുന്നത്. ഇനി എക്സ്ട്രാ ഓർഡിനറി റേയുടെ കാര്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1/VR² sin² θ C/NE² cos² θ ഡിവൈഡഡ് ബൈ C/NO² എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൽ NOയും NEയും എന്ന് പറയുന്നത് ഓർഡിനറി റേയുടെയും എക്സ്ട്രാ ഓർഡിനറി റേയുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതേസമയം തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ റേ ഒപ്റ്റിക്കൽ ആക്സസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒപ്റ്റിക്കൽ ആക്സസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷനാണ് കേട്ടോ പറയുന്നത്. അതിൽ ഒപ്റ്റിക്കൽ ആക്സസ് എന്ന് പറയുന്നത് സെഡ് ആക്സസിന് പാരലലായിട്ട് നമ്മൾ എസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C/NOയും C/NE എന്ന് പറയുന്ന 2 വെലോസിറ്റീസ് എക്സ്ട്രാ ഓർഡിനറി റേയുടെ വെലോസിറ്റീസ് ആണ്. അത് ഒപ്റ്റിക്കൽ ആക്സസിന് പാരലൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി റേയുടെ വെലോസിറ്റി C/NO ആണ്. നമ്മുടെ ഒപ്റ്റിക് ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി റേയുടെ വെലോസിറ്റി C/NE ആണ്. അപ്പോൾ C/NE, C/NO അങ്ങനെ 2 വെലോസിറ്റീസ് ഉണ്ട് ആർക്ക്, എക്സ്ട്രാ ഓർഡിനറി റേസിന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ വെലോസിറ്റിയുടെ വാല്യൂ ഓരോ ഡയറക്ഷനിലും ഇങ്ങനെ
ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ക്രിസ്റ്റലും പോസിറ്റീവ് ക്രിസ്റ്റലും കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ക്രിസ്റ്റൽ എന്താ, പോസിറ്റീവ് ക്രിസ്റ്റൽ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഫിഗർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉദാഹരണം വരുന്നത് കാൽസൈറ്റ് ആണ്. പോസിറ്റീവ് ക്രിസ്റ്റലിന് ഉദാഹരണം വരുന്നത് ക്വാർട്സ് ആണ്. നെഗറ്റീവ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എലിപ്സോയിഡ് ഓഫ് റെവല്യൂഷൻ, അതായത് നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി റേ ആണ് ഈ എലിപ്സോയിഡ് ഓഫ് റെവല്യൂഷൻ്റെ ഒരു എന്താ പറയുക റെഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ എലിപ്സോയിഡ് ഓഫ് റെവല്യൂഷൻ സ്ഫിയറിന് പുറത്താണ് വരിക. അതായത് എക്സ്ട്രാ ഓർഡിനറി റേയുടെ ആ ഒരു റെവല്യൂഷൻ ഇല്ലേ, അതിൻ്റെ ആ ഒരു എലിപ്സിലൂടെയാണ് ആ റെവല്യൂഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എലിപ്സോയിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് സ്ഫിയറിന് പുറത്തായിരിക്കും. എന്തിൻ്റെ കാര്യത്തിൽ? എക്സ്ട്രാ ഓർഡിനറി റേസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഓർഡിനറി റേയുടെ റെവല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് ക്രിസ്റ്റലിനുള്ളിൽ നടക്കുക. ഇനി അതേസമയം പോസിറ്റീവ് ക്രിസ്റ്റലിലാണെങ്കിൽ എലിപ്സോയിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലാണ് നടക്കുക. ആ ഒരു സ്ഫിയറായുള്ള ഷേപ്പില്ല, ആ സ്ഫിയറിൻ്റെ ഉള്ളിലാണ് എന്ത് നടക്കുക, എലിപ്സോയിഡ് ഓഫ് റെവല്യൂഷൻ നടക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ക്രിസ്റ്റൽസിനെ കുറിച്ചും നെഗറ്റീവ് ക്രിസ്റ്റൽസിനെ കുറിച്ചും പഠിക്കാനുള്ളത്. ഇനിയാണ് നമ്മൾ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്താണ്, ഹാഫ് വേവ് പ്ലേറ്റ് എന്താണ് നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം വുള്ളസ്റ്റോൺ പ്രിസം, അതുപോലെ റോക്കോൺ പ്രിസം, അങ്ങനെ രണ്ട് പ്രിസംസിൻ്റെ കാര്യം പിന്നെ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ അനാലിസിസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്താ, ക്വാർട്ടർ വേവ് പ്ലേറ്റും ഹാഫ് വേവ് പ്ലേറ്റും മെയിനായിട്ടും ഒരു ക്വസ്റ്റനെങ്കിലും വരാറുണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന്. പ്രോബ്ലം ആയിട്ടാണ് മെയിനായിട്ടും വരാറുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുകയാണ്, ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണ്. ആ കാൽസൈറ്റ് ക്രിസ്റ്റലിൻ്റെ തിക്നെസ് D ആണ്. ഇതിൻ്റെ ഒപ്റ്റിക് ആക്സസ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ ഞാൻ, ആ ഒപ്റ്റിക് ആക്സസ് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ സർഫസിന് പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ബീമിനെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ E0 ആണ്. നമ്മുടെ ലൈറ്റ് ബീം വന്ന് തട്ടുന്നത് നമ്മുടെ ഒപ്റ്റിക് ആക്സസുമായിട്ട് ഫൈ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ്. ഒപ്റ്റിക് ആക്സസ് പാരലൽ ടു Z ആക്സസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇതൊരു ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽ ആയ കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് ബീം വന്നാൽ എന്ത് സംഭവിക്കും, അത് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Z ആക്സസ് എന്ന് പറയുന്നത് അതിലെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് E0 cos phi ആണ്. അത് എക്സ്ട്രാ ഓർഡിനറി റേ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, C/NE ആയിരിക്കും. C/NE എടുക്കാൻ എന്താണ് കാരണം, എലോങ് ദി ആക്സസ് പാരലൽ ടു ദി ആക്സസ് വന്നപ്പോഴാണ് നമ്മളത് C/NE എടുത്തത്. ഇനി Y ആക്സസിലെ ആംപ്ലിറ്റ്യൂഡ് E0 sin phi ആയിരിക്കും. ഇതെങ്ങനെയാണ് അത് നമ്മൾ എന്താ പറയുക കമ്പോണൻസ് ആക്കിയത്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റും അങ്ങനെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ Y ആക്സസിൽ അതിൻ്റെ കമ്പോണൻറ്റ് E0 sin phi ആണ്. ഇത് ഓർഡിനറി റേ ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക വിത്ത് വെലോസിറ്റി C/NO. ഇതിൽ NOയും NEയും ഈക്വൽ അല്ല. നമുക്കറിയാം എക്സ്ട്രാ ഓർഡിനറി റേയുടെയും ഓർഡിനറി റേയുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബീംസും ഡിഫറെൻറ്റ് വെലോസിറ്റീസിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർ ക്രിസ്റ്റലിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ഇൻ ഫേസിലായിരിക്കില്ല, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു x=0 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീം ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് EYയും EXും നമുക്ക് EZും രണ്ടും എടുക്കണം. അത് നമുക്ക് കിട്ടുന്നത് EY E0 sin phi cos kx minus omega t, EZ E0 cos phi cos kx minus omega t. ഇതെങ്ങനെയാണ് അവിടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആംപ്ലിറ്റ്യൂഡ് എഴുതി, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ അപ്പോൾ ഇതിൽ x=0 വരുന്ന സമയത്ത് EYയുടെ വാല്യൂ എന്ത് വരും, E0 sin phi cos omega t എന്ന് വരും. EZൻ്റെ വാല്യൂയോ EZ E0 cos phi cos omega t എന്ന് വന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റലിനുള്ള രണ്ട് കമ്പോണൻസ് ഉള്ളത് നമുക്ക് EY ആയിട്ടും EZ ആയിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം.
ആ വൈയുടെ വാല്യൂ നമുക്ക് അതിൻ്റെ ഒപ്പം എന്ത് എഴുതേണ്ടി വരും? ഓർഡിനറി റേയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. ഇസഡിൻ്റെ അവിടെ എക്സ്ട്രാ ഓർഡിനറി റേയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. സോ വൈ ഇസ് ഈക്വൽ ടു E0 sin phi cos N0 kx minus omega t എന്നും ഇസഡ് ഇസ് ഈക്വൽ ടു E0 cos phi cos NE kx minus omega t എന്നുള്ളത് എന്ത് ചെയ്യേണ്ടി വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി ക്രിസ്റ്റലിൻ്റെ തിക്നെസ് എന്താണെന്ന് തന്നിട്ടുണ്ട്? D ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാൻ പറ്റും? D എന്നിട്ട് കൊടുക്കാൻ പറ്റും. സോ വൈ ഇസ് ഈക്വൽ ടു E0 sin phi cos N0 kd minus omega t ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു E0 cos phi cos NE kd minus omega t. ഇനി എക്സ്ട്രാ ഓർഡിനറി റേയും ഓർഡിനറി റേയും തമ്മിലുള്ള ആ ഒരു ഫേസ് ഡിഫറൻസ് കിട്ടാനായിട്ട് ഈ രണ്ട് കമ്പോണൻസ് തമ്മിലുള്ള എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇതിലെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് NO KD മൈനസ് ഒമേഗ ടി മൈനസ് NE KD മൈനസ് ഒമേഗ ടി അല്ല, ഒമേഗ ടി ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. ബാക്കി എന്താ വരിക? KD ഇൻറ്റു NO മൈനസ് NE എന്ന് വരും. അതിനെ നമുക്ക് ഡെൽറ്റ എന്ന് വിളിക്കാം. ഇനി ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് π/2 ആവുന്ന സമയത്ത് ഡിയുടെ വാല്യൂ എന്ത് വരും? D is equal to λ/4 ഇൻറ്റു NO മൈനസ് NE എന്ന് വരും. ഇതിനെയാണ് ഈ ഫേസ് ഡിഫറൻസ് π/2 വരുന്ന ആ ഒരു ക്രിസ്റ്റൽസിൻ്റെ കാര്യത്തിലാണ് നമ്മളതിനെ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഫേസ് ഡിഫറൻസ് പൈ വന്നു കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ λ/2 ഇൻറ്റു NO മൈനസ് NE എന്ന് വരും. ഇതിനെയാണ് നമ്മൾ ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റും ഹാഫ് വേവ് പ്ലേറ്റിൻ്റെയും ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് ക്വാർട്ടർ വേവ് പ്ലേറ്റ് കണ്ടുപിടിക്കാനും ഹാഫ് വേവ് പ്ലേറ്റ് കണ്ടുപിടിക്കാനും റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കണ്ടുപിടിക്കാനും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് എന്തൊക്കെ ടേംസ് ആണ് ഇക്വേഷൻസ് ആണ് മെയിനായിട്ടും പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തത് വുള്ളസ്റ്റോൺ പ്രിസം. വുള്ളസ്റ്റോൺ പ്രിസം എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ബീംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. നമ്മൾ വുള്ളസ്റ്റോൺ പ്രിസം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ രണ്ട് സിമിലർ ക്രിസ്റ്റൽസാണ് ഉപയോഗിക്കുക. അതായത് രണ്ട് ക്രിസ്റ്റൽസ് ഉണ്ടാവും മെയിനായിട്ട്. അപ്പോൾ രണ്ട് സിമിലർ പ്രിസംസ് ഉപയോഗിക്കും. അപ്പോൾ കാൽസൈറ്റ് ആയിരിക്കും മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്രിസത്തിൻ്റെ ഒപ്റ്റിക് ആക്സസ് അതിൻ്റെ സർഫസിന് പാരലായിട്ടും സെക്കൻഡ് പ്രിസത്തിൻ്റെ ഒപ്റ്റിക് ആക്സസ് അതിൻ്റെ എഡ്ജായിട്ട് പാരലായിട്ടും ആയിരിക്കും വെക്കുക. എല്ലാ ഫിഗർ നോക്കി നോക്കൂ. ഒപ്റ്റിക് ആക്സസ് പാരലൽ ഇതും അങ്ങനെയായിട്ടാണ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു വുള്ളസ്റ്റോൺ പ്രിസത്തിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുകയാണ്? ഒരു പോളറൈസ്ഡ് ബീം, സെഡ് ആക്സിസിലൂടെ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബീം വന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ബീം ഫസ്റ്റ് പ്രിസത്തിൽ എന്തായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും? ഓർഡിനറി റേ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NO ആണ്. സെക്കൻഡ് പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് ഇതെന്തായിട്ട് മാറുന്നത്? എക്സ്ട്രാ ഓർഡിനറി റേ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിട്ട് മാറും? NE ആയിട്ട് മാറും. സോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വുള്ളസ്റ്റോൺ പ്രിസത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു സെറ്റ് പോളറൈസ്ഡ് ബീം കയറുന്നു. ഫസ്റ്റ് പ്രിസത്തിൻ്റെ ഉള്ളിൽ അത് ഓർഡിനറി റേ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. സെക്കൻഡ് പ്രിസത്തിലേക്ക് കയറുമ്പോഴാണ് അതായത് എക്സ്ട്രാ ഓർഡിനറി റേ ആയിട്ട് മാറുന്നത്. അപ്പോൾ കാൽസൈറ്റ് ക്രിസ്റ്റലിന് എപ്പോഴും NO എന്ന് പറയുന്നത് NEനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഓർഡിനറി റേ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേ. അതുകൊണ്ട് തന്നെ നമ്മുടെ റേ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റേ നോർമലിൽ നിന്നും ദൂരത്തേക്കാണ് പോവുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ദ റേ ബെൻസ് എവേ ഫ്രം ദ നോർമൽ, അങ്ങനെയാണല്ലോ. ഈ ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വരച്ചിട്ടുള്ള പ്ലെയിൻ ഓഫ് പേപ്പർ അതിന് നോർമൽ ആയത് കാരണം റിഫ്രാക്റ്റഡ് റേ എന്ത് ഒബേ ചെയ്യും? സ്നെൽസ് ലോ ഒബേ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ N0/N is equal to sin I/sin R എന്നാണ്. ഇതിൽ ആംഗിൾ ഓഫ് പ്രിസം നമ്മൾ 20 ഡിഗ്രി എടുക്കുന്നത് കാരണം ആ 20 ഡിഗ്രി എന്ന് അവിടെ എഴുതി കൊടുത്തു. N0ൻ്റെ വാല്യൂ നിയർലി 1.658 ആണ്. NEയുടെ വാല്യൂ 1.486 ആണ്. സോ നമുക്ക് R1ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 22.43 ഡിഗ്രി എന്ന് കിട്ടി. ഇനി സെക്കൻഡ് സർഫസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കും? ഈ ഒരു റിഫ്രാക്റ്റഡ് ആംഗിൾ മൈനസ് ഇൻസിഡൻറ്റ് ആംഗിൾ ആയിരിക്കും. സോ 22.43 മൈനസ് 22.43 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ആംഗിൾ കിട്ടാനായിട്ട് NE sin 2.43 is equal to sin θ1. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? θ1ൻ്റെ വാല്യൂ is equal to 3.61 എന്ന് കിട്ടി നമുക്ക്.
അപ്പോൾ രണ്ട് ആംഗിൾസും നമുക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ട് റിഫ്രാക്റ്റഡ് ആംഗിൾസിൻ്റെയും ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈ പോളറൈസ്ഡ് ബീമിൻ്റെ കാര്യമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ സെറ്റ് പോളറൈസ്ഡ് അല്ലേ നോക്കിയത്, ഇനി നമുക്ക് വൈ പോളറൈസ്ഡ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സെറ്റ് പോളറൈസ്ഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സെക്കൻഡ് പ്രിസവും ഫസ്റ്റ് പ്രിസവും, പക്ഷേ ഇതിൽ ഫസ്റ്റ് പ്രിസത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന റേക്കും സെക്കൻഡ് പ്രിസത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന റേക്കും വ്യത്യാസമുണ്ട്. അതാണ് ഇതിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്.